Voice of Marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. എന്താണ് ഗുഡ് പേഴ്സണാലിറ്റി? അതിന് 3 ഹെഡുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ക്യാരക്ടർ. അതിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഡിസ്കഷൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡിൻ്റെ 7th ചാപ്റ്ററിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഒരു സെയിൽസ് പേഴ്സൺ ആയാലും ഒരു ബിസിനസ് എൻ്റർപ്രനർക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ഏരിയകളുണ്ട്. 3 ഏരിയകളെ കുറിച്ചിട്ട് ആറ്റിറ്റ്യൂഡിൽ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഒന്ന്, ഒരു സ്മൈലിംഗ് ഫേസ് അദ്ദേഹത്തിനുണ്ടായിരിക്കണം. പുഞ്ചിരിക്കാനുള്ള ഒരു ക്വാളിറ്റി ഒരു സെയിൽസ് പേഴ്സണും ഒരു ബിസിനസ് എൻ്റർപ്രനർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വാല്യൂ ഉണ്ടായിരിക്കണം, വിലയുണ്ടായിരിക്കണം. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ തയ്യാറായിരിക്കണം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്, ഒരു ബിസിനസ് എൻ്റർപ്രനർ. അതുപോലെ തന്നെ ഒരു പ്രത്യേക എയിമിൽ ഫോക്കസ് ചെയ്യാനും അത് ചലഞ്ചോടെ ഏറ്റെടുക്കാനുള്ള ആത്മധൈര്യം, കോൺഫിഡൻറ്റ് ഒരു ബിസിനസ് മാനും ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനും ഉണ്ടായിരിക്കണം. നമ്മളൊന്ന് പുഞ്ചിരിക്കുമ്പോൾ നമ്മളൊരു പുഞ്ചിരി കൊടുത്താൽ തിരിച്ച് ചിലപ്പോൾ പുഞ്ചിരിക്കാത്തവർ ഉണ്ടായിരിക്കാം. തിരിഞ്ഞു നോക്കാതെ പോയല്ലോ എന്നുള്ളൊരു പ്രയാസം നമുക്ക് വേണ്ട. നമ്മുടെ ഡിഗ്നിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി അത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിരിക്കണം. പൊതുസമൂഹത്തിൽ എവിടെയാണെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. ഒരു സ്മൈലോടെ, ഒരു ചെറിയ സ്മൈൽ കൊടുക്കുമ്പോൾ തീരാവുന്ന ഏറെയേറെ പ്രശ്നങ്ങൾ ഈ സൊസൈറ്റിയിലുണ്ടാകാം. ഒരു അടുത്തൊരു സുഹൃത്ത്, ശരിയായ പേര് ഞാൻ പറയുന്നില്ല, നമുക്ക് അയാളെ അനീഷ് എന്ന് വിളിക്കാം. അനീഷ് ഒരു കല്യാണത്തിന്, അവരുടെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളുടെ ഒരു കല്യാണത്തിന് പോവാണ്. അപ്പോൾ കല്യാണത്തിന് പോകുന്ന സമയത്ത് അയാൾ കല്യാണത്തിൻ്റെ ആ ഹാളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ പഠിച്ച സൗഹൃദത്തിലുള്ള 6-7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വട്ടത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തോ വലിയൊരു കാര്യത്തെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം കല്യാണ മണ്ഡപത്തിൽ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ചെയറുകളുണ്ട്. ഓടി ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയപ്പോൾ ഈ സുഹൃത്ത് വലയത്തിലേക്കാണ് ആദ്യം അനീഷ് ചെന്നത്. അപ്പോൾ മെയിലുണ്ട്, ഫീമെയിൽസ് ഉണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അവിടെ വന്ന് നിന്നിട്ട് ഒരാൾ പോലും ഇദ്ദേഹത്തിൻ്റെ ഫേസിലേക്ക് നോക്കുകയോ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ ഇനിയൊന്നും നോക്കുകയോ ചെയ്യാതെ ഇയാൾ 1-2 കാര്യങ്ങൾ അവരോട് ചോദിച്ചു. അതിനിടയ്ക്ക് ചോദിച്ചപ്പോൾ അവർ അവരുടെ ഡിസ്കഷനുമായിട്ട് ഒന്നിച്ചു നിന്നതല്ലാതെ ഈ മനുഷ്യനെ ശ്രദ്ധിക്കുകയോ വെറുതെ തോളിൽ വെറുതെ ഒന്നിങ്ങനെ തട്ടുകയോ ചെയ്യാതെ അവർ അവരുടേതായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇയാളെ അങ്ങ് റിജക്റ്റ് ചെയ്തു, അവഗണിച്ചു എന്ന് പറയാം. ഇത് മറ്റുള്ള ആളുകൾ കാണുന്നുമുണ്ടായിരുന്നു. വളരെ നിരാശയോടെ അനീഷ് പോയി അയാൾ ചെയറിൽ പോയിരുന്നു. ഈ ചെയറിൽ പോയി ഇരിക്കുന്ന സമയത്ത്, അയാൾ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ ഗ്രൂപ്പിലേക്ക് നോക്കിയപ്പോൾ ഈ അനീഷിനെ അവർ നോക്കിക്കൊണ്ട് എന്തോ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു. അയാളെ റിജക്റ്റ് ചെയ്തു. അങ്ങനെ റിജക്ഷൻ നമുക്ക് സൊസൈറ്റിയിൽ നിന്നും വരാം, ഒരു സൗഹൃദ വലയത്തിൽ നിന്നും വരാം, കുടുംബത്തിൽ നിന്ന് തന്നെ വരാം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് തോന്നിക്കൊള്ളണം എന്നില്ല. അത് ഫാമിലിയിലാകാം, പുറത്തുള്ളവരാകാം. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോവുക. അതിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്തി മുന്നോട്ട് പോകാം. ഡിസിഷൻ സ്ട്രോങ് ആണെങ്കിൽ അതുമായി മുന്നോട്ട് പോകണം. ഇതിനോടൊപ്പം ഇത് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. വളരെയധികം ഇൻസൾട്ട് ചെയ്യപ്പെട്ട അനീഷ് അവരെ ശ്രദ്ധിച്ചില്ല. അയാൾ കല്യാണത്തിൽ പങ്കെടുത്തു, അയാൾ തിരിച്ചുപോയി. അന്ന് ആ കല്യാണത്തിൽ പങ്കെടുത്ത അനീഷ് ആ ചെയറിലിരുന്ന് ചിന്തിച്ച കാര്യം, എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണം. ചില സമയത്ത് ഇൻസൾട്ടിങ്ങിലൂടെയാണ് നമ്മൾ വളരുകയുള്ളൂ. പലരും അങ്ങനെ ഇൻസൾട്ടിങ്ങിലൂടെ വളർന്ന ചരിത്രം നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അനീഷ് ഒരു തീരുമാനമെടുത്തു. കരിയറിൽ ഞാൻ ഒരു ചലഞ്ച് ഇപ്പോൾ എടുക്കുകയാണ്, ഞാൻ ഒരു അഡ്വക്കേറ്റായിട്ട് മാറണം. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് വളരെ പെയിൻ എടുത്ത് അനീഷ് ഒരു അഡ്വക്കേറ്റായിട്ട് മാറി. അവിടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നത് വേറെ സീനിയേഴ്സായ ഒരു 6 അഡ്വക്കേറ്റ്സൊക്കെ ആയിട്ട് ഫുൾ ഇൻഷേർട്ട് ചെയ്ത് വളരെയധികം ക്ലാരിറ്റി ആയിട്ട് വളരെ ഡിഗ്നിറ്റി ആയിട്ട് അവർ ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കല്യാണം നടക്കുന്ന വ്യവസായ പ്രമുഖൻ ഓടി വന്ന് അവരെ സ്വീകരിച്ചു. അനീഷ് ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിനെ സ്വീകരിച്ച്
ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അവർ താഴേക്ക് ഇറങ്ങി വന്ന് ഇപ്പോൾ എല്ലാവരും അനീഷിൻ്റെ അടുത്തേക്ക് വന്നു. അനീഷിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു. അന്ന് റിജക്റ്റ് ചെയ്തവർ, അന്ന് നെഗ്ലക്റ്റ് ചെയ്തവർ ഓരോരുത്തരും വന്നപ്പോൾ അനീഷ് ചെയ്തത് അവരോട് സംസാരിക്കുകയും അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ചെയ്തു. അതാണ് ഒരു ഗുഡ് പേഴ്സണാലിറ്റി. അതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ഗുഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരാൾ എപ്പോഴാണ് സക്സസ് ആവുന്നത്? അയാൾ എന്താണെന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ, ഞാൻ ആരാണെന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ, അപ്പോഴാണ് ഒരാൾ സക്സസ് ആവുന്നത്. ജീവിതത്തിൽ ഒരു സ്വപ്നം സൂക്ഷിക്കണം. ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാവണം. ജീവിതത്തെ ഒരു ചലഞ്ചായിട്ട് കാണണം. ഇവിടെ ശരിക്കും മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം തന്നെ ജീവിതവുമായി വളരെ അഭേദ്യ ബന്ധമുള്ള അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും ചലഞ്ചസ്, മാർക്കറ്റിങ്ങിൽ കിട്ടുന്ന ഫീഡ്ബാക്കുകളിൽ നെഗറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടെ നമ്മളോട് സംസാരിക്കുന്നവരുണ്ടാവാം, നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാത്തവരുണ്ടാവാം. വളരെയധികം സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയോടെ അവർക്ക് നന്നായിട്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് അടുത്ത കസ്റ്റമറെ കാണാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രനർ വളരുമ്പോഴാണ് സക്സസ് ഉണ്ടാകുന്നത്. ഒരു ഗുഡ് പേഴ്സണാലിറ്റിയിലേക്ക് ഒരാൾ വളരണമെങ്കിൽ ചലഞ്ചസ് ഏറ്റെടുത്ത് സക്സസ് ആവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കണം. സെയിൽസിൽ ജോലി ചെയ്യുമ്പോൾ കസ്റ്റമറെ മീറ്റ് ചെയ്യുക, ഫീൽഡ് വർക്ക് പലപ്പോഴും ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അയാൾക്ക് ഫേവറായിട്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹം അയാൾക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, അവർക്ക് കൂടുതൽ മാർജിൻ ഏൺ ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. സീനിയർ മാനേജർ ഒരു കസ്റ്റമറെ വിസിറ്റ് ചെയ്യാൻ ഷോപ്പിൽ എത്തിയപ്പോൾ ആ എക്സിക്യൂട്ടീവ് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇതിങ്ങനെ ടോപ്പ് ലെവൽ മാനേജറാണ്. അപ്പോൾ വളരെ ലാഘവത്തോടെ അതിന് എനിക്കെന്ത് പ്രയോജനം എന്ന് ചോദിച്ചു. അതിന് എനിക്കെന്ത് പ്രയോജനം എന്ന് ആ മാനേജറെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഷോപ്പിൻ്റെ അതോറിറ്റി ചോദിക്കുകയാണ്. അപ്പോൾ വളരെ ലാഘവത്തോടെ തന്നെ ആ മാനേജർ പറഞ്ഞു, ആ ടോപ്പ് ലെവൽ മാനേജർ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, കമ്പനിക്കാണ് പ്രയോജനം എന്ന് പറഞ്ഞ് നന്നായിട്ട് കുടിക്കി ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു. നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റണം. നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ കൊടുക്കണമെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും, ഓരോ പ്രവൃത്തികളിലും, നമ്മുടെ ഓരോ ജോലികളിലും, മാർക്കറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ജോലികളിലും വളരെ ഫോക്കസ് ആയിരിക്കണം. നമ്മളെ ചെവികൾ ആ കസ്റ്റമറുടെ വാക്കുകളിൽ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ചെവികൾ എന്തിനു ശ്രദ്ധിക്കുന്നു? അയാളുടെ വാക്കുകൾ ആ സ്പോട്ടിൽ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അങ്ങനെ കസ്റ്റമറുടെ വാക്കുകൾ വിഷ്വലൈസ് ചെയ്ത് അതിനെ സ്പോണ്ടേനിയസ് ആയിട്ട് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആൻസർ കൊടുക്കാൻ പറ്റണം. അങ്ങനെ ആൻസർ കൊടുക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സ്മൈലുണ്ടായിരിക്കണം. ഈ വാക്കിന് ഒരു പവറുണ്ട്, ഒരു ശക്തി ഉള്ളതാണ്. അക്ഷരങ്ങൾക്ക് ശക്തി ഉള്ളതുപോലെ വാക്കുകൾക്കും പവറുണ്ട്, ശക്തിയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തിരിച്ചറിയേണ്ടത് വാക്കുകളുടെ പവറാണ്. ആ വാക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന കസ്റ്റമറെ ഫോക്കസ് ചെയ്തിരിക്കണം. അയാൾ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഇതുപോലെ തന്നെ ഒരു മാനേജർ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്ത ശേഷം എൻറ്റയർ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു വലിയ ഇലക്ട്രീഷ്യനെ കണ്ടു. അപ്പോൾ ആ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇത് ഇലക്ട്രീഷ്യൻ ആണ്. അപ്പോൾ ഷേക്ക് ഹാൻഡ് എടുത്തു. എന്താ സാറ് എന്താ പേരെന്താ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ വാക്ക് വന്നത് ഞാനൊരു പാവ ഇലക്ട്രീഷ്യനാണ് എന്ന് പറയുന്ന ഈ മാനേജറെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒന്ന് ഇരുത്തി കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഈ മനുഷ്യർ പല രീതിയിലുള്ളവരാണേ, നമുക്ക് അവരെയൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ച് പാൻറ്റും ഷർട്ട് ഇൻ ചെയ്ത് വളരെ നന്നായിട്ട് നടക്കുന്നത് ചില ഈ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലാത്തവരുണ്ടാവുക. അവർ പല രീതിയിലും നമ്മളെക്കാൾ അവരിൽ തന്നെയുള്ള ഒരു ഈഗോ, ഞാനൊന്നുമല്ല
എന്നുള്ളൊരു ഈഗോ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ അവൻ വലിയ ആളാണ്, അവനെ ഒന്ന് ഇരുത്തി കളയാം, ആ രീതിയിലൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പല ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഒരു ഇലക്ട്രീഷ്യനെ ബഹുമാനിക്കുന്ന ആളാണ്, അയാൾക്ക് വളരെയധികം വളരെയധികം നോളജ് ഉള്ളവരാണ്, എനിക്ക് ഇല്ലാത്ത പല കാര്യങ്ങളും ഒരു ഇലക്ട്രീഷ്യൻ അറിയാം, എങ്ങനെ ഒരു വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് നടത്തുന്നു അതിനെക്കുറിച്ചൊക്കെ വളരെ നോളജ് ഉള്ളവരല്ലേ, വളരെ കാര്യക്ഷമതയോടെ ചെയ്യുന്നവരല്ലേ, അവർ വെറും പാവങ്ങൾ എന്ന് പറയുന്നത് എന്താ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ മറുപടി ഉണ്ടായിരുന്നില്ല. ചില കാര്യങ്ങൾക്ക് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ കൊടുക്കേണ്ടി വരും. മാർക്കറ്റിങ്ങിലായാലും സെയിൽസിലായാലും ഈ എക്സിക്യൂട്ടീവ്സ് എങ്ങനെയുള്ള ആളായിരിക്കണം? ഒരു കമാൻഡിങ് പവറുള്ള ആളായിരിക്കണം. പ്രോഡക്റ്റായിട്ട് ഒരു ഷോപ്പിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള നോളജ് കംപ്ലീറ്റ് അയാൾക്ക് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കണം. ആ നോളജ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണം. ആ പ്രോഡക്റ്റ് കസ്റ്റമറെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമാൻഡിങ് പവറോടെ സംസാരിക്കാനുള്ള കേപ്പബിലിറ്റി, ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വളർന്നിരിക്കണം. അതുപോലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും വളർന്നിരിക്കണം. ഒരു ബിസിനസ് എൻ്റർപ്രനർക്കും ഇത് മാനേജ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒരു ഗുഡ് പേഴ്സണാലിറ്റിയുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ക്യാരക്ടർ എടുക്കുമ്പോൾ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു വന്നത്. വളരെ സ്മൈൽ ഫേസ് ആയിരിക്കണം. അതുപോലെ തന്നെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. എന്തിനേയും ഒരു ചലഞ്ചിങ് മെൻറ്റാലിറ്റിയോടെ, ഒരു ചലഞ്ചോടെ ജീവിതത്തെ കാണാനുള്ളൊരു കേപ്പബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരിക്കണം. ഈ കമാൻഡിങ് പവർ ഉണ്ടാകണമെങ്കിൽ താൻ വിൽക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നല്ല നോളജ് ആ സെയിൽസ് എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഗുഡ് പേഴ്സണാലിറ്റിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന ഹെഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബിഹേവിയർ അതിനെക്കുറിച്ചിട്ടുള്ള എപ്പിസോഡുമായി നെക്സ്റ്റ് തേഴ്സ്ഡേ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.